ഇന്നൊരു സിമ്പിൾ കൊഴുപ്പ ഇല തോരൻ വയ്ക്കാം. ഇത് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇലയാണ്. പാടത്തുണ്ടാവുന്ന കുഴപ്പമില്ല കേട്ടോ, ചെറിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമെന്ന് പറയുന്നത് വേറെ പേരും പറയും കേട്ടോ. വേറെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയണൊരു കമൻറ്റ് ചെയ്യണം. ഒരു വെള്ളം ഇങ്ങനെ മുട്ട് പോലത്തെ ഒരു പൂ ഉണ്ടാവുന്ന കുഴപ്പമാണത്. അപ്പോൾ അത് തോരൻ വെച്ചാൽ നല്ല സ്വാദാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ചുവന്ന മുളക് ഉണ്ട്, പക്ഷെ നല്ല എരിവാണ്. അതാണ് കേട്ടോ ഇത് ഇടുന്നത്. ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാം. അങ്ങനെ ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇങ്ങനെ ആക്കുന്നത്. ഇനി അതിലാവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ലാസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തേങ്ങ ഫസ്റ്റ് ഇട്ടത്. നമുക്ക് ഈ കൊഴുപ്പാല ഇട്ട് കൊടുക്കാം. ആ ഇല മുഴുവൻ ഇട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ച് വെച്ചിട്ട്, ഇലയുണ്ടോ അതിൽ വെള്ളം വരുമല്ലോ, തളിച്ചിട്ട് അടച്ച് വെച്ചിരുന്നാണേ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് കേട്ടോ. വഴിയരികിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഇല, പക്ഷെ അത് അപ്പോൾ ആർക്കും അറിയില്ല ഇതിങ്ങനെ വെക്കാമെന്നുള്ളത്. നല്ല സ്വാദാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ചീരക്കാലും ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറിച്ച് വെക്കും. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം പറ്റാണ്ട് ഇതിലിങ്ങനെ ഇലയാകുമ്പോൾ പിന്നെ വെള്ളം വരുമല്ലോ. അത് നമുക്കിതിന് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് കൊടുത്തിട്ട് വേവിക്കാം. നല്ലൊരു മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, അത്ര ടേസ്റ്റാണ്. ഇതാട്ടോ ഇല. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇത്ര മൂത്തത് എടുക്കണ്ട, ഇങ്ങനെ പൂവായത്. ഇതിൻ്റെ തളിര് ഇതുപോലെ വെയിലുണ്ട്, ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നറിയില്ല. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ. ഇത്ര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിന് വേറെന്താ പേര് പറയണമെങ്കിലൊന്ന് പറയണം കേട്ടോ. ഇവിടെ ഇനി വലിയ കൊഴുപ്പാന്നാണ് പറയണത്. വേറെന്തോ പേരുണ്ടെന്ന് തോന്നുന്നു.